ഹായ്, വെൽക്കം ബാക്ക് ടു എൻ്റെ കിച്ചൺ. ഇന്ന് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ സമയത്ത് വീട്ടിൽ 3 കളർ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ക്യാരറ്റും ബീൻസും മാത്രം ഉണ്ടെങ്കിലും മതിയാവും. റൈസ് നോക്കുമ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ബാസ്മതി റൈസ് മാത്രമേ വീട്ടിലുള്ളൂ കേട്ടോ. അപ്പോൾ ഈ റൈസ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഇന്ന് പുലാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ 2 കപ്പ് റൈസ് അളന്നെടുക്കുന്നുണ്ട്. മക്കൾ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണ് പുലാവ്. ഇതിലോട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, സവോള ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ തൊലിക്കുന്ന സമയമൊക്കെ നമുക്ക് ലാഭമാണ്. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഏതായാലും റൈസ് 3-4 തവണ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 20 മിനിറ്റ് റൈസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ട്. റൈസ് സോക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം കാഷ്നട്ടും പിന്നെ കിസ്മിസും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതേ പാനിലോട്ട് തന്നെ അല്പം ആൽമണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആൽമണ്ട് കോരി മാറ്റിയതിന് ശേഷം അല്പം വാൾനട്ട് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് അല്പം കൂടെ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രം ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതായത് 1-2 മിനിറ്റ് മാത്രം. ഇനി ഇതിലോട്ട് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് മാത്രം വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം വഴറ്റരുത്. ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടേ ഉള്ളൂ. നമുക്ക് ഈ പാന് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിലോട്ട് ഞാൻ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തോളൂ. നെയ്യ് നന്നായിട്ട് ചൂടായതും കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, 1 ടീസ്പൂൺ സാജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെള്ളം അല്പം കുറവായിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ അല്പം വെള്ളം കുറവാക്കിയെന്ന് പറഞ്ഞില്ലേ, ആ വെള്ളത്തിന് പകരം ഞാൻ അല്പം പാലാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഒരു അയണിൻ്റെ തവ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചൂടായ തവയുടെ മുകളിൽ വെച്ചിട്ടാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. ഫുൾ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് 10 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 15 മിനിറ്റിന് ശേഷമാണ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഒരുപാട് മിക്സ് ചെയ്ത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ പൊട്ടിപ്പോവും. ഈ സമയത്ത് മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും 5 മിനിറ്റ് ഞാനിത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. തവയുടെ മുകളിലൊന്നും വെക്കുന്നില്ല. ഈ സമയത്താണ് ഞാൻ ഓർത്തത് കേട്ടോ, നമ്മുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ട്. അത് ഞാൻ വഴറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഫ്രോസൺ ഗ്രീൻ പീസ് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മുടെ പുലാവിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുന്നില്ല. നമ്മുടെ നട്ട്സും വെജിറ്റബിൾസും അകത്ത് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ചാലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് അകത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് 5 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഉടഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് 5 മിനിറ്റ് കൂടെ വെച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ വരുമ്പോഴും നമ്മുടെ റൈസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇന്നിതിപ്പോൾ പുലാവ് റെഡിയാവാൻ തന്നെ വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഞാൻ ഇതിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏതായാലും നമ്മുടെ പുലാവ് റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും സാധിക്കും. ഇന്ന് പുലാവിൻ്റെ കൂടെ ഞാൻ ഗ്രീൻ പീസ് മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പുലാവും ഗ്രീൻ പീസ് മസാലയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക്